പിണറായി വിജയനെ ന്യായീകരിക്കാൻ, അദ്ദേഹത്തിന്റെ യാത്രയെ ന്യായീകരിക്കാൻ, വിശ്രമത്തെ ന്യായീകരിക്കാൻ എ.കെ. ബാലൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിക്ക് 92,000 രൂപ ശമ്പളമുണ്ട്. സഖാവ് ബാലൻ, കേരളത്തിൽ തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരു CPM MP MLA മുഖ്യമന്ത്രി ആരായാലും അവരുടെ 50% ശമ്പളമെങ്കിലും പാർട്ടി ലെവിയായി കൊടുക്കുന്നതാണ് എന്ന്. അതൊന്നാമത്തെ കാര്യം. ബാക്കി 92,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ പോലും ഇത്ര വലിയ പണം ചെലവാക്കി അവിടെ പോകാൻ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് പണം കിട്ടി എന്ന് കണ്ടെത്തണമെങ്കിൽ, ഈ ചെലവ് ആരെടുത്തു എന്ന് പറയണമെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ നോക്കേണ്ടി വരും. ഇൻകം ടാക്സ് റിട്ടേണിൽ ഈ പണം അദ്ദേഹം കാണിക്കുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കട്ടെ, ഈ പണം എവിടെ നിന്ന് കിട്ടി, ഇന്ന പണം ഞാൻ ചെലവാക്കി, ഇദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വന്ന ചെലവുകൾ അദ്ദേഹം കാണിക്കട്ടെ. കാണിക്കില്ല, കാണിക്കാൻ പറ്റില്ല. അപ്പൊ 92,000 രൂപ കിട്ടിയാലൊന്നും ഇങ്ങനെ ഒരു യാത്ര ചെയ്യണമെങ്കിൽ ലോൺ എടുക്കണം. ലോൺ അദ്ദേഹം എടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതി, ഒരു വിരോധമില്ല. അത് അവിടെ നിൽക്കട്ടെ. അത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ സ്പോൺസർ ചെയ്യുന്നത് ആർക്കും ചെയ്യാം. പക്ഷെ അതിന് എന്താണ് പ്രത്യുപകാരം എന്നുകൂടി ചോദിക്കേണ്ടതുണ്ട്. അത് ഞാനിപ്പോൾ തൽക്കാലം ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ അവിടെയുള്ള മലയാളികളാണോ, ഇന്തോനേഷ്യയിലെയും സിംഗപ്പൂരിലെയും മലയാളികളാണോ ഇദ്ദേഹത്തിന്റെ ചെലവ് മുണ്ടെടുക്കുന്നത്? അതും കുഴപ്പമില്ല, ഒരു മലയാളി സംഘടന വിളിച്ചിട്ടാണെങ്കിൽ. ഇതിപ്പോൾ അതല്ല, വിശ്രമത്തിനാണ് പോകുന്നത് എന്നാണ് ഞാൻ കേട്ടത്. രണ്ടാമത്തെ ആണ് ഏറ്റവും വലിയ തമാശ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള സ്ഥലമാണ്. 100 കിലോമീറ്ററേ ഉള്ളൂ ഇന്ത്യയുടെ ഈ അറ്റത്ത് നിന്ന്, 150 കിലോമീറ്ററേ ഉള്ളൂ ഇന്ത്യയുടെ മറ്റേ അറ്റത്ത് നിന്ന്. ഇത് എന്തൊരു തമാശയാണ് പക്ഷേ. അങ്ങനെയാണോ നമ്മൾ സ്ഥലങ്ങൾ പറയുക? 150 കിലോമീറ്റർ ഉള്ളെങ്കിൽ 150 കിലോമീറ്റർ എങ്ങനെ വരിക? എന്ത് കാര്യത്തിന് ഇവിടെ വരണം? അവിടെ നിന്നിട്ടാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം? ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഭരണത്തെ രണ്ടാമത്തെ കാര്യം. ഭരണമൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും പിണറായി സർക്കാരിന് ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാവരും ഉന്നയിക്കുന്നത് രാഷ്ട്രീയമാണ്. അവിടെ നിന്നുകൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പോണത്? ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ദുബായിലുമാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം? ദുബായിൽ പിന്നെയും കുറച്ച് മലയാളികൾ നാട്ടിൽ വന്ന് വോട്ട് ചെയ്യുന്നവരുണ്ട്. അത് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യൽ കഴിയും ചെയ്തു. ബാക്കി എന്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം? അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്? കാംബേ ബീച്ചിൽ നിന്നുകൊണ്ടാണോ അദ്ദേഹം നാട്ടുകാരോട് ഇത് പറയുന്നത്? അപ്പൊ പ്രശ്നം അതല്ല. ഇത് വളരെ അടുത്താണ് എന്ന് പറയാം. വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നൊക്കെ പറയുന്ന പ്രയോഗം തന്നെ വലിയ തമാശയാണ്. ഞങ്ങളൊക്കെ ഭഗവതിയെ പറ്റിയാണ് നാട്ടിൽ പറയുക. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭഗവതിയാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നു. അങ്ങനെയാണല്ലോ ഭഗവത് വിശ്വാസം. അതൊക്കെ ബാലന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും CPM-കാർ ദൈവവിശ്വാസികളും ബൈബിൾ വിശ്വാസികളും പുരാണ വിശ്വാസികളും ഒക്കെ ആയതിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം ബാക്കി എല്ലാവരും മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നു. ഞാൻ ഈയിടെ ഒരു പോസ്റ്റർ കണ്ടു. ബീഹാറിലാണെന്ന് തോന്നുന്നു. CPM സ്ഥാനാർത്ഥി ഹനുമാന്റെ വേഷത്തിൽ നിന്നുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടണം എന്നാവശ്യപ്പെടുന്നത്. ഈ അടുത്ത ദിവസം ഏതോ ഒരു ക്ഷേത്രത്തിലെ എന്തോ ഒരു ഉത്സവാചാരവുമായി ബന്ധപ്പെട്ട് DYFIയുടെ പോസ്റ്റർ കണ്ടു. ഇതൊന്നും തെറ്റല്ല, കാരണം നിലപാട് മാറ്റാം. വൈരുദ്ധ്യാത്മ ഭൗതികവാദം പ്രായോഗികമല്ല എന്ന് നമ്മുടെ ഗോവിന്ദ മാഷ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്ന് ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. താത്വികാചാര്യനാണല്ലോ ഗോവിന്ദ മാഷ്. ഇപ്പോൾ വിചിത്രമായിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും CPM-ന്റെ അത്യുന്നത നേതാവുമായ ശ്രീ A.K. ബാലന്റെ ഒരു കമന്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം 6 ദിവസം ബൈബിളിൽ പറയുന്നത് പോലെ 6 ദിവസം ആദ്യം ശബ്ദത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിച്ച് അവസാനം മനുഷ്യനെ സൃഷ്ടിച്ച് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. എല്ലാ പണിയും കഴിഞ്ഞ് ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് എല്ലാ പണിയും കഴിഞ്ഞ പിണറായി വിജയൻ അല്പം വിശ്രമത്തിനായി പോയാൽ നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളവരാണ് CPM-കാർ. ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് പോലും ആവുമെന്ന് ഇന്ത്യ മുന്നണി അടക്കമുള്ള പ്രതിപക്ഷങ്ങൾ വിശ്വസിക്കുന്നു. കാരണം മോഡിക്ക് ഒരിക്കൽ കൂടി അധികാരം കിട്ടിയാൽ ചിലപ്പോൾ ഭരണഘടന തന്നെ ഇല്ലാതാവും, തെരഞ്ഞെടുപ്പ് ഇല്ലാതാകും, പ്രസിഡൻഷ്യൽ മോഡൽ വന്നേക്കും, സംവരണം എടുത്തു കളഞ്ഞേക്കും. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ നിൽക്കുന്ന, അല്ലെങ്കിൽ CAA നടപ്പാക്കും ഒക്കെ പറയുന്ന ഇത്തരം വെല്ലുവിളികൾക്ക് എതിരായി ഇന്ത്യയിലെ മുഴുവൻ മതേതര ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു നിന്ന് പോരാടേണ്ടതാണ് എന്ന് സെമിനാർ പ്രസംഗം നടത്തുന്ന ആളുകളാണ് CPM-കാർ. എനിക്ക് സന്തോഷം, സീതാറാം യെച്ചൂരിയും D രാജയും ഒക്കെ അതിൽ ആക്റ്റീവായി അവിടെ ഉണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശ്രീ ബാലൻ പറയുന്നത് കേട്ടാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് തീർന്നു എന്ന് തോന്നുന്നു. ഇന്ത്യയിൽ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 3-ാമത്തെ ഘട്ടം നടക്കുമ്പോഴാണ് പിണറായി വിജയൻ പോകുന്നത്. ബാക്കി 4 ഘട്ടം തെരഞ്ഞെടുപ്പ് ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഈ 4 ഘട്ടം എന്ന് പറയുന്നത് CPM-ന് ബന്ധമില്ലാത്ത തെരഞ്ഞെടുപ്പല്ല. ഇതേ A.K. ബാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 11 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഈനാമ്പേച്ചി മരപ്പെട്ടിയൊക്കെ ചിഹ്നമാവും. അപ്പൊ ഇനി CPM-ന് സീറ്റ് കിട്ടുന്നുണ്ട്. കേരളത്തിന് പുറത്ത് എവിടെന്നാ കിട്ടേണ്ടത്? തമിഴ്നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞു എന്ന് വയ്ക്കാം.
2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ എന്തായാലും 9 സീറ്റ് കിട്ടില്ല എന്ന് CPM-നും അറിയാം. അപ്പൊ ബാക്കി സീറ്റ് കിട്ടണം. സീറ്റ് കിട്ടാൻ അവർ മത്സരിക്കുന്ന സീറ്റുകൾ ആലോചിക്കുക. മഹാരാഷ്ട്രയിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. രാജസ്ഥാനിലെ സിക്കറിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ബീഹാറിൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യവുമായി ചേർന്നുകൊണ്ട്. അതുപോലെ ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ, അവരുടെ ശക്തി കേന്ദ്രമായ പശ്ചിമ ബംഗാളിൽ അവരെ കോൺഗ്രസുമായി ചേർന്ന് മുർഷിദാബാദ് പോലെയുള്ള സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ഈ സീറ്റുകളിലൊക്കെ കിട്ടിയാലല്ലേ ഈ മരപ്പട്ടി ഇനാം പേച്ച് ഒഴിവായി കിട്ടുള്ളൂ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിണറായി വിജയന് പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയിലെ ജനങ്ങളെ ആകെ മാറ്റിമറിക്കാൻ പോകണം, അവരൊക്കെ മാറ്റിയാണ്. ലക്ഷക്കണക്കിന് മലയാളികളുള്ള ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. കേരളത്തിലെ അടക്കം മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ഡൽഹിയിലെ മലയാളികൾക്കിടയിൽ പ്രചരണം നടത്തുന്നതിന്, ബോംബെയിലെ മലയാളികൾക്കിടയിൽ, കൽക്കത്തയിലെ മലയാളികൾക്കിടയിൽ ഇതൊക്കെ വളരെ നിർണായകമാണ്. ബോംബെയിലാണെങ്കിൽ 7 സീറ്റ്, ഡൽഹിയിൽ 7 സീറ്റ്, കൽക്കട്ടയിൽ അതുപോലെ തന്നെ സീറ്റുകൾ. അപ്പോൾ ഈ നഗരങ്ങളിലുള്ള മലയാളികളോടെങ്കിലും സംസാരിക്കാൻ മുഖ്യമന്ത്രി കഴിയണ്ടേ? ഇദ്ദേഹം പറയുന്നത് 6 ദിവസം ജോലി ചെയ്തു, 7ാമത്തെ ദിവസം. ഞാൻ പറയാ, തിങ്കളാഴ്ച ഒരു ദിവസത്തെ ജോലി ചെയ്തിട്ട് പിന്നെ ചൊവ്വാഴ്ച മുതൽ ലീവ് എടുത്ത് പോയി എന്നാണ് ഞാൻ പറയുള്ളൂ. തിങ്കളാഴ്ച അദ്ദേഹം ചെയ്തിട്ടില്ല, 7-1 അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. 7-1 പോലും ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിൽ അദ്ദേഹം പോയില്ല. നമുക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന പോയില്ല. 2 സീറ്റ് മത്സരിക്കുന്നുണ്ട്, 2 സീറ്റ് CPI-യും 2 സീറ്റ് CPM-ഉം മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം പോയില്ല. 20 സീറ്റിലാണ് പിണറായി വിജയന്റെ ഇന്ത്യ കിടക്കുന്നത്. 20 സീറ്റിനപ്പുറത്ത് കേരളത്തിൽ 20 സീറ്റിലേ ഉള്ളൂ പിണറായി വിജയൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ BJP നേരിടാൻ നേരിട്ട് BJP-യുമായി CPM മത്സരിക്കുന്ന സീറ്റുകളുണ്ട് ഇന്ത്യയിൽ. സിക്കറിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ, മഹാരാഷ്ട്രയിൽ അവിടെ BJP-യാണ് എതിർകക്ഷി, മറ്റടുത്ത് NDA-യാണ് എതിർകക്ഷി. ബംഗാളിൽ അവിടെ പിന്നെ തൃണമൂലും കൂടിയുണ്ട്. എന്തേ അവിടെ ഒന്നും പോയി പ്രചരണം നടത്തണ്ട? പോവാതെ തന്നെ ജയിക്കുമെന്നാണോ, അതോ പോയാൽ തോൽക്കുമെന്നാണോ, പോകണ്ട എന്നാണോ ബാലൻ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ? CPM നേതാക്കളെ, കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പില്ല, ബാക്കി നടക്കുന്നതൊക്കെ തമാശയാ. എന്തുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടം എന്ന് പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ശ്രീ ബാലൻ കരുതുന്നുവെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ, NDA-യെ നേരിടാൻ CPM തയ്യാറല്ല എന്ന് തന്നെയാണ്. ഒരു പ്രശ്നവുമുണ്ട്. കേരളത്തിന് പുറത്ത് എല്ലാ മണ്ഡലത്തിലും കോൺഗ്രസുമായി സഖ്യത്തിലാണ് ഇവർ. CPM ജയിക്കണമെങ്കിൽ തമിഴ്നാട് മുതൽ വടക്കോട്ട് എവിടെ പോയാലും കോൺഗ്രസ്സുകാർ മുന്നിൽ നിന്ന് പ്രവർത്തിക്കണം. ബംഗാളിൽ പോലും പാർട്ടി സെക്രട്ടറിക്ക് പുറത്തിറങ്ങാൻ വയ്യ. അവിടുത്തെ PCC പ്രസിഡന്റിനെ അധീർ രഞ്ജൻ ചൗധരിയെ മുന്നിൽ നിർത്തിയാണ് അവിടെ പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരിയാണ് ചുമന്ന കൊടി പിടിച്ചിരിക്കുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥി CPM-കാരൻ പിടിച്ചിരിക്കുന്ന ത്രിവർണ്ണ പതാകയാണ്, കോൺഗ്രസിന്റെ കൊടിയാണ്. നമ്മൾ അങ്ങനെയുള്ള പോസ്റ്റർ കണ്ടു. അവിടെയാണ് പിണറായി വിജയന് പ്രശ്നമുള്ളത്. അദ്ദേഹത്തിന് ഏതെങ്കിലും മണ്ഡലത്തിൽ പോയി സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ചാൽ അവിടെയുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർ BJP അത് കൊണ്ടുവരും. BJP അല്ലെങ്കിൽ തന്നെ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള സംഘർഷം കേരളത്തിലുണ്ട് എന്ന് മോഡി പലവട്ടം ബോംബെയിലും രാജസ്ഥാനിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അവിടെ പോയി സത്യസന്ധമായി പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി സിന്ദാബാദ് വിളിക്കുന്ന CPM-കാരോട് പോയിട്ട് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി RSSന്റെ നേതാവാണ്. രാഹുൽ ഗാന്ധി ആകെ ബെഡോ എന്ന് വിളിക്കുന്ന ആളുകളോട് രാഹുൽ ഗാന്ധി RSSകാരനെ സഹായിക്കുന്നവരാണ് എന്ന് പറയാൻ പറ്റും. 20 മണ്ഡലങ്ങളിൽ ഒഴിച്ച് ബാക്കി 522 മണ്ഡലങ്ങളിൽ ഒരിടത്തും പോകാനുള്ള ധൈര്യം പിണറായി വിജയനില്ല. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാവട്ടെ, എന്ത് മെമ്പറാവട്ടെ. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ സ്റ്റാർ ക്യാമ്പയിനറാണ് അദ്ദേഹം. ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ. എന്താ ബംഗാളിലെങ്കിലും പോയിക്കൂടെ? ബംഗാൾ CPM 35 കൊല്ലം ഭരിച്ച സ്ഥലമല്ലേ? ബംഗാളിൽ പോയി നമുക്ക് NDA-യെ തോൽപ്പിക്കണം, മോഡിയെ തോൽപ്പിക്കണം എന്ന് പറയാത്തതെന്താ? കേരളത്തിൽ പോലും അദ്ദേഹം മോഡിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രധാന ശത്രു കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാന ശത്രുവായ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോകാൻ പറ്റില്ല. ഇത് സത്യസന്ധമായി തുറന്നു പറയുകയാണ് AK ബാലൻ ചെയ്യേണ്ടത്. അല്ലാതെ പുരാണങ്ങളിലും ബൈബിളിലും ഒക്കെ ആശ്രയിച്ച് ഇത്തരത്തിലുള്ള കോമാളിത്തരം പറയല്ല വേണ്ടത്. അദ്ദേഹം പറയേണ്ടത്, ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് അനുകൂലിച്ച് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, കേരളത്തിൽ നിന്ന് ഒരുത്തരും പോകുന്നില്ല എന്ന് പറയണം. ഇവിടെ അഖിലേന്ത്യാ നേതാക്കളുണ്ട്, DYFI നേതാവുണ്ട്, SFI നേതാവുണ്ട്, CPM-ന്റെ തന്നെ വലിയ നേതാക്കന്മാരുണ്ട്, CIT-ന്റെ നേതാക്കന്മാരുണ്ട്. ആരും പോയില്ലല്ലോ. എന്തേ പോകാഞ്ഞത്? പോയാൽ
ഈ ചോദ്യം വരും. മലയാളികളോട് പിണറായി വിജയൻ സംസാരിക്കില്ല. മലയാളികളോട് സംസാരിച്ചാൽ അവർക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ മലയാളികളുള്ള സ്ഥലങ്ങളിൽ പോകില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തോടെ പോയിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ബാലൻ ഇമാതിരി ഈനാമ്പേച്ചി മരപ്പെട്ടി വർത്താനല്ല പറയേണ്ടത്. സത്യസന്ധതയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ പറയേണ്ടത് മോഡിക്കെതിരെ പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ശത്രു രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞാൽ മതി.